അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അഭിനന്ദനായ അധ്യക്ഷൻ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ അവരുടെ, ആദരണീയനായ മണ്ഡലം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ ഫൈസി അവരുടെ, ആദരണീയനായ അബ്ദുൽ ഹമീദ് ഫൈസി അവരുടെ, പ്രിയപ്പെട്ട എം കെ മൊയ്നുദ്ദീൻ ഷിഹാബ്, പ്രിയപ്പെട്ട മുഹമ്മദ് രാമദളി, സയ്യിദ് തയ്യിബ് ഫൈസി, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള മൗലവി അടക്കമുള്ള, അതുപോലെ തന്നെ ഇവിടെ ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞ പ്രിയപ്പെട്ട ഹൈദർ ഫൈസി അടക്കമുള്ള മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വേങ്ങര മണ്ഡലം SYS ഇവിടെ സംസ്ഥ യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള വളരെ ബൃഹത്തായ ഈ സമ്മേളനം വിവിധ സെഷനുകളിലായി നടന്നു. അതിന്റെ സമാപനത്തിലാണ് നമ്മളിപ്പോൾ കൂടിയിട്ടുള്ളത്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന പ്രസംഗങ്ങൾ, അമീർ ഫൈസിയുടെയും രാമദളിയുടെയൊക്കെ പ്രസംഗങ്ങൾ കാത്തിരിക്കുന്ന ഈ വേളയിൽ ഞാനൊരിക്കലും തന്നെ സമയം കവർന്നെടുക്കുന്നില്ല. എനിക്കും തന്നെ പോകാൻ കുറച്ച് ധൃതിയുണ്ട്. നമ്മുടെ ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ എക്സലൻസി അവാർഡ്, അതിലൊന്ന് ഇന്ന് വിതരണം ചെയ്യാനുണ്ട്. അമ്മണിക്കാട് വെച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മുദരിസുമാരും ഖത്തീബുമാരും അവർക്ക് കൊടുക്കുന്ന അവാർഡാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. ഏതായാലും നമ്മുടെ മണ്ഡലത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൽ സമസ്ത എന്നത് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലോ. ഡിക്ഷണറിയിൽ ഒരു പക്ഷേ സമസ്തക്ക് അർത്ഥങ്ങൾ പലതുണ്ടാകും. എന്നാൽ അറിയപ്പെടുന്ന സംസ്ഥ ഒന്നേ ഉള്ളൂ, സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയ. മഹാനായ ചെറുശ്ശേരി ജയന്തി സ്നേഹറുകളും അതുപോലെ തന്നെ കുറിച്ച് നേതൃത്വം കൊടുക്കുന്ന വരക്കൽ ഇല്ലക്കുഴത്തങ്ങൾ അവരുടെ യഥാർത്ഥ ആ പാരമ്പര്യത്തിന്റെ കണ്ണി മഹാനായ ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും അവരുടെയൊക്കെ കൈമാറി വന്ന ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും അത് തന്നെയാണ്. അതൊരു ഇലാഹിയായ ഒരു ബർക്കത്ത് സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ നിന്ന് മതസൗഹാർദ്ദം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മതസഹിഷ്ണുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സർവോപരി മുസ്ലിം സമുദായത്തിൽ മതബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ അടിസ്ഥാനമായിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളാണ്. അത് സ്ഥാപിച്ച മതപരമായ ഉത്ബോധനങ്ങൾ ലോകത്ത് മറ്റൊരു രാജ്യത്തും അത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ നടക്കുന്നില്ല. ഇവിടെ ചെറുപ്രായം തൊട്ട് തന്നെ ആ ഉത്ബോധനം നടക്കുകയാണ്. നമ്മുടെ മദ്രസാ പ്രസ്ഥാനം ലോകത്ത് തുല്യതയില്ലാത്ത മദ്രസാ പ്രസ്ഥാനം, ആ മദ്രസാ പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അതൊരു സമൂഹത്തിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസം മുസ്ലിം സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് തന്നെ ആധാരമായിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കമായിരുന്നു എന്നുള്ള അതൊരു പഴഞ്ചൊല്ലാണ്. വാസ്തവമായി അതിന് ബന്ധമില്ല. കാരണം മുസ്ലിങ്ങൾ വിജ്ഞാനവുമായി അകന്നു നിൽക്കുന്ന ഒരു പതിവില്ല. ഒരു മുസൽമാന്റെ ലക്ഷണം അതാണ്. വിജ്ഞാനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ് മുസൽമാന്റെ ലക്ഷണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എന്തിനായിരുന്നു മദ്രസയും പള്ളിയും എല്ലാം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി. ഇന്നത്തെ പോലെ സാമ്പത്തികമായി അഭിവൃദ്ധി ഒന്നും ഇല്ലാത്തൊരു കാലത്ത്
ഇല്ലായ്മയും വല്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും രോഗങ്ങളും ഒക്കെ വിഷമിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ ആ കാലഘട്ടത്തിലും പള്ളിയും മദ്രസകളും എല്ലാം സജീവമായിട്ട് തന്നെ നിലനിന്നു, നടന്നു പോകുന്നു. അപ്പൊ അതിന് ത്യാഗം ചെയ്യാൻ തയ്യാറായി. അന്നത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് അവർ ചെയ്ത ത്യാഗം ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ത്യാഗമല്ലാതെ ആയിരിക്കും. അത്രയും വലിയ ത്യാഗം അവര് ചെയ്തതിന്റെ ഫലമായിട്ടാണ് പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും അതിലൂടെയൊക്കെ പഠിച്ചു വളർന്ന ഉലമാക്കളും ആലിമീങ്ങളും എല്ലാം ഉണ്ടായത്. ഇന്ന് അവരുടെ ആ ഒരു സാന്നിധ്യം പ്രവാചക സമൂഹത്തിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന് പരിശുദ്ധ പൗലോസ് വിശേഷിപ്പിച്ച ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ സാന്നിധ്യം കേരളീയ മുസ്ലിങ്ങളെ സവിശേഷമായ രീതിയിൽ അവരെ വേർതിരിക്കുന്നു. മതം എന്നത് ഗുണകാംക്ഷയാണ് എന്ന തിരിച്ചറിവ് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രവർത്തനമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ മറ്റു പലരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും മതം, ദീൻ എന്നത് നസീഹത്തായിട്ട് മനസ്സിലാക്കുന്നില്ല. ദീൻ എന്നത് പലതിന്റെയും പ്രചാരണത്തിന്റെ ഭാഗമാക്കുന്നു, പല താല്പര്യങ്ങളുടെയും പ്രചാരണത്തിന്റെ ഭാഗമാക്കുന്നു. ഇവിടെ സംഘപരിവാറുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവരവരുടെ ദീനിനെ അവരുടെ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നു. എന്നതുപോലെ മുസ്ലിങ്ങളിലും കുറെ വിഭാഗമുണ്ട് ഇസ്ലാമിനെ പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണ്. ഇസ്ലാമിനെ നസീഹത്തായിട്ട് അവർ കാണുന്നില്ല. ഇസ്ലാമിനെ നസീഹത്തായി കാണുന്ന ആത്മീയ പ്രസ്ഥാനം അത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയാണ്. അതിന്റെ ആ പ്രവർത്തന ഫലമായിട്ട് മുസ്ലിങ്ങളിൽ ഗുണകാംക്ഷ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിഞ്ഞു. അതെല്ലാ മേഖലയിലും നമുക്ക് ആശ്വാസമാകുന്നു, നമുക്ക് സഹായമാകുന്നു. നമ്മൾ തീവ്രവാദികളാകുന്നില്ല, നമ്മൾ മതവർഗീയവാദികളാകുന്നില്ല, മതവിദ്വേഷം പുലർത്തുന്നവരാകുന്നില്ല. മറിച്ച് സഹിഷ്ണുതയും സാഹോദര്യവും സ്നേഹവും ഒക്കെ വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ച് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് മര്യാദകൾ, ജീവിക്കുവാനുള്ള മര്യാദകൾ വേണം. ആ മര്യാദകളാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മര്യാദയുടെ അഭാവം കൊണ്ടാണ് പലരും വഴിതെറ്റി പോകുന്നത്. മതത്തിന്റെ പേരിൽ വിദ്വേഷം സൃഷ്ടിക്കുന്നവര് മതം മുന്നോട്ട് വെക്കുന്ന മര്യാദകളെ സ്വീകരിക്കാത്തവരാണ്. എന്നാൽ സമസ്ത ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മര്യാദകളെ അതിനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ പഠിപ്പിക്കുകയും അതിനെ പരിശീലിപ്പിക്കുകയും അതിലൂടെ വളർന്നു വരികയും ചെയ്ത ഒരു സമൂഹമായി കേരളത്തിലെ മുസ്ലിങ്ങൾ മാറിയപ്പോൾ ബഹുസ്വര സമൂഹത്തിൽ മര്യാദയോടെ ജീവിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് മാറുവാൻ കഴിഞ്ഞു. അത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തി. ബഹുസ്വര സമൂഹത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്താൻ മുസ്ലിങ്ങൾക്കിടയിലെ ആ ഒരു മര്യാദ കൊണ്ട് സാധിച്ചു. സാമൂഹ്യമായിട്ടുള്ള മര്യാദകൾ, അത് ഐക്യത്തിന്റെ മര്യാദയാണ്, അത് ജനാധിപത്യ മര്യാദയാണ്, അത് മതേതരത്വ മര്യാദയാണ്, വിദ്യാഭ്യാസ മര്യാദയാണ്. ഇന്നിപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിങ്ങളുടെ മുന്നേറ്റം ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പെഡറിക്കോട്ട് കുറെ അവാർഡ് വിതരണം ചെയ്താൽ വരുന്നത്. തൈവിന്റെ നാട്ടിലായിരുന്നു, പുതുപ്പറമ്പില്. അപ്പൊ ആരോ പറഞ്ഞു +2 ഫുൾ A+ ജയിച്ചവർക്ക് അവാർഡ് കൊടുക്കാൻ നേരം വെളുക്കുന്നവരെ അവാർഡ് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ അത്ര വലിയ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ ഈ വളർച്ചയ്ക്കും ഒരു സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്നത് നമ്മുടെ മദ്രസകളാണ്. നിങ്ങൾ ഏത് ടാലന്റ് ഷോയിൽ വിജയം വരിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയോടും നിങ്ങൾ ചോദിച്ചാൽ അവനവന്റെ മദ്രസയിൽ, അവൻ പഠിച്ച മദ്രസയിലെ പഠിച്ച കാലത്തെ പരിശീലനങ്ങളെക്കുറിച്ച് അവൻ പറയും. റബീഉൽ അവ്വലിലും മറ്റൊക്കെ ഉള്ള പരിശീലനങ്ങൾ, നല്ല പ്രസംഗ പരിശീലനം, നല്ല പാട്ട് പരിശീലനം, മറ്റു വിവിധ ഐറ്റങ്ങളുടെയൊക്കെ പരിശീലനങ്ങൾ, ആ പരിശീലനങ്ങളിലൂടെ നേടിയ നേട്ടം, ആ ടാലന്റ്, അവന്റെ ആ ടാലൻസി അവന് അതിലൂടെ വളർത്തുവാൻ സാധിച്ചു. ഏത് ടാലന്റ് ഷോയിലും വിജയിക്കുന്ന കുട്ടി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ IPS-നോ IAS-നോ അല്ലെങ്കിൽ ഉയർന്ന റാങ്കോ ഉയർന്ന ഗ്രേഡിങ്ങോ
ഒക്കെ വാങ്ങി ഗവേഷണ വിദ്യാർത്ഥികൾ, മറ്റ് വിദ്യാർത്ഥികൾ അവരൊക്കെ ചോദിച്ചാൽ, മുസ്ലിം വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ മദ്രസ വിദ്യാഭ്യാസം നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. പഠിക്കാനുള്ള ആത്മവിശ്വാസം, ഉസ്താദിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൻ കീഴിൽ. കാരണം ആ കുട്ടികളൊക്കെ സാധാരണ ജീവിത നിലവാരത്തിൽ വളർന്നവരാണ്. ഞാൻ വിമർശിക്കുകയല്ല, മറ്റ് സമുദായങ്ങളിൽപ്പെട്ട പ്രതിഭകളുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ പലതരത്തിലുള്ള പിന്തുണയും ലഭിക്കാറുണ്ട്. അവരുടെ രക്ഷിതാക്കൾ നല്ലതായി പഠിച്ചവരുണ്ടാവും, അവരുടെ ചുറ്റുപാടുകൾ നല്ലതായി പഠിക്കുന്ന ചുറ്റുപാടായിരിക്കും. അതുപോലത്തെ പലവിധത്തിലുള്ള പിൻബലവും അവർക്ക് ലഭിച്ചു എന്ന് വരും. അതേ സമയത്തിൽ മുസ്ലിം കുട്ടികൾ അവർക്ക് സാധാരണ ചുറ്റുപാടുകളിൽ വരുന്നവരാണ്. ആ കുട്ടികൾക്ക് പഠിക്കാനും വളരുവാനുമുള്ള ആത്മവിശ്വാസം നൽകിയത് അവരുടെ ഉസ്താദുമാരാണ്. അത് ആ കുട്ടികൾ പറയും. അവർക്ക് പഠിക്കാനുള്ള ആത്മവിശ്വാസം അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരുന്ന കുട്ടികൾ അത് തുറന്നു പറയാൻ തയ്യാറാകും. അപ്പോൾ ഒരു സമൂഹത്തിന് ഇന്നൊക്കെ കാണുന്ന ഭൗതിക മേഖലയിലും ഇന്ന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വലിയ നേട്ടങ്ങൾക്കൊക്കെ പിന്നിൽ നമ്മുടെ ആ മദ്രസകളുടെ സാന്നിധ്യമാണ്. അപ്പൊ അതിലൂടെ ഒരു സമൂഹത്തെ ഏതെല്ലാം മേഖലയിലൂടെയാണ് അവരെ മര്യാദ പഠിപ്പിച്ച് വളർത്തുവാൻ കഴിയുക, ആ മേഖലയിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ പ്രദേശങ്ങളിലും അത് വ്യാപകമായിക്കൊണ്ടും ശക്തമാക്കിക്കൊണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ സർവശക്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മാതാവിനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.